ഹായ് മക്കളെ, മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈനിലെ എക്സാമ്പിൾ 2.2 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഒബ്റ്റെയിൻ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഫോർ കോൺസ്റ്റന്റ് എക്സ്പ്രഷൻ യൂസിങ് മെത്തഡ് ഓഫ് കാൽക്കുലസ്. അതായത് ഇൻ്റഗ്രേഷനോ ഡിഫറൻഷിയേഷനോ വെച്ചിട്ട് നമ്മൾ കോൺസ്റ്റന്റ് എക്സ്പ്രഷന് വേണ്ടിയിട്ടുള്ള ഇക്വേഷൻസ് ഓഫ് മോഷനിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളത്. നമുക്കറിയാം മൂന്ന് ഇക്വേഷൻസ് ഉള്ളത്. ഒന്ന് വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി, രണ്ട് എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, മൂന്ന് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് ഇക്വേഷൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, കാണാപാഠം പഠിക്കേണ്ട ഇക്വേഷൻ കേട്ടോ. കാരണം ഈ ഒരു ചാപ്റ്ററിൽ അടുത്ത ചാപ്റ്ററിലൊക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ പഠിച്ച് വെക്കുക, ഭയങ്കര ഈസി അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഡെറിവേഷനാണ് നമ്മളോട് മെയിനായിട്ട് ചോദിച്ചിട്ടുള്ളത്. അത് നമുക്ക് ചെയ്തുതരാം. അതിന് മുമ്പ് എന്ത് ചെയ്യാം, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ ഇൻ്റഗ്രേഷനും ഡിഫറൻഷിയേഷൻ്റെയും ഒരു ബേസിക്, അതായത് എങ്ങനെയാണ് വരിക, അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇൻ്റഗ്രേഷൻ ഡിഫറൻഷിയേഷൻ നിങ്ങൾക്ക് തീരെ അറിയത്തില്ല. അപ്പോൾ എന്ത് ചെയ്യുക, അതിൻ്റെ നല്ലൊരു വീഡിയോ എടുക്കുക, കാണാം. ഓക്കെ, അതുള്ളൂ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ സോൾവിങ്ങിലോട്ട് പോകാം. നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. അതായത് ബി ഇസിക്കൽ ടു യു പ്ലസ് എ ടി ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. നമുക്കറിയാം ഇത് ആക്സലറേഷൻ ഇസിക്കൽ ടു ഡി വി ബൈ ഡി ടി, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈമാണ് ആക്സലറേഷൻ. കൂടുതൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ വെലോസിറ്റിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ആക്സലറേഷൻ കിട്ടും. ഓക്കെ, നമുക്ക് ഡി ടിനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ എ ഡി ടി ഇസിക്കൽ ടു ഡി വി എന്ന് വരും. ഇതിനെ ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ രണ്ട് സൈഡും ഇൻ്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്. അപ്പോൾ എന്തായിരിക്കും, ഇൻ്റഗ്രേറ്റിൻ്റെ സിമ്പിൾ ഇതാണ്, എ ഡി ടി ഈസിക്കൽ ടു ഡി ബി. 0 തൊട്ട് ടി വരെയാണ് ടൈം കൊടുക്കേണ്ടത്. ആൻഡ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഓക്കെ, ടൈം 0-ആകുമ്പോൾ ഇനീഷ്യലാണ്. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി യു ആണ്. ഫൈനൽ ടൈം ടിന് എത്തുമ്പോൾ ഫൈനൽ വെലോസിറ്റി വി. ഓക്കെ, ഇനി ഇവിടെ ക്വസ്റ്റ്യനിൽ എന്താണ്, കോൺസ്റ്റൻറ്റ് ആക്സലറേഷൻ അല്ലേ. കോൺസ്റ്റൻറ്റ് ആക്സലറേഷന് വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ആക്സലറേഷൻ എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻറ്റ് ആക്സലറേഷൻ നമുക്ക് എന്ത് ചെയ്യാം, പുറത്തോട്ട് എഴുതാം. അതായത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളത് ഇൻ്റഗ്രേഷനിൽ എന്ത് ചെയ്യാം, പുറത്തോട്ട് എഴുതാം. അതാണ് ഞാൻ പറഞ്ഞത്. ഡി ടിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ലിമിറ്റ് കൊടുക്കുക. ആൻഡ് ഡി വിനെ ഞാൻ ഇവിടെ നമുക്ക് ചെയ്ത് പോകാം. അപ്പോൾ ഡി വിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്താ വരിക, വി ആണ് വരിക. അതായത് ഡി എക്സിന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എക്സ് ആണ് വരിക, ഡി ടിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ടി ആണ് വരിക. ലിമിറ്റ് കൊടുക്കാം, ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും. എ നമുക്ക് അതുപോലെ തന്നെ അവിടെ എഴുതാം. ഇനി ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറയണം, ഡി ടിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്താ വരിക, ടി അല്ലേ. അതെ, അപ്പോൾ ടി ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ വരിക. 0 തൊട്ട് ടി വരെയാണ്. ഇവിടെ നമുക്കിനി ചെയ്ത് പോകാം. ഇൻ്റഗ്രേഷനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇൻ്റഗ്രേഷനിൽ ചെയ്യേണ്ടത് ഇതാണ് അപ്പർ ലിമിറ്റ്, ഇതാണ് ലോവർ ലിമിറ്റ്. അപ്പോൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റാണ് ഇൻ്റഗ്രേഷനിൽ ഫൈനലിൽ ചെയ്യാനുള്ളത്. അതായത് ഇതിനെ വി മൈനസ് യു. ഓക്കെ, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്തു. ഇനി അതേമാതിരി ഇവിടെ എന്തായിരിക്കും, അപ്പോൾ എന്ന് ടീൻ്റെ അപ്പർ ലിമിറ്റ് ഏതാണ്, അപ്പർ ലിമിറ്റ് ടി എൻ അല്ലേ, ടി. ലോവർ ലിമിറ്റ് എന്താണ്, 0. ഓക്കെ, ഇസിക്കൽ ടു വി മൈനസ് യു. ഇവിടെ അപ്പോൾ എ ടി വരും, കാരണം ഇതെന്താണ്, ഇത് 0 അല്ലേ. അപ്പോൾ ഇതിന് മൾട്ടിപ്ലൈ ചെയ്താൽ 0 തന്നെ വരാം. അപ്പോൾ അതുകൊണ്ട് എ ടി ഇസിക്കൽ ടു വി മൈനസ് യു. ഈ യുവിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോവാണ്. അതായത് യുവിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോയാൽ യു പ്ലസ് എ ടി ഇസിക്കൽ ടു വി, അല്ലെങ്കിൽ വി ഇസിക്കൽ ടു യു പ്ലസ് എ ടി. ഓക്കെ, സോ നമുക്ക് ആദ്യത്തേത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ കിട്ടിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഫോർമുല, അതായത് എസ് എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ കണ്ടുപിടിക്കുന്നതാണ്. എന്തായാലും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കട്ടോ, ഇത് ചിലപ്പോൾ നിങ്ങളൊന്ന് വിട്ടുപോയാൽ നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളുന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നന്നായി ശ്രദ്ധിച്ചിരിക്കുക, ഞാൻ നല്ലപോലെ ക്ലിയർ ആക്കി തരാം. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ചെയ്ത് നോക്കാം. സോ നമുക്കറിയാം എന്ത്, വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഡി എക്സ് ബൈ ഡി ടി ആണ്. അല്ലെങ്കിൽ പൊസിഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ വെലോസിറ്റി കിട്ടും. ഇത് നമുക്ക് നേരത്തെ പോലെ തന്നെ ഡി ടിനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ വി ഡി ടി ഇസിക്കൽ ടു ഡി എക്സ് വരും. ഇനി ഇതിനെ ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുവാണ്, ഇൻ്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്. അപ്പോൾ ഇൻ്റഗ്രേറ്റിൻ്റെ സിമ്പിൾ കൊടുത്ത് വി ഡി ടി കൊടുത്ത് ഡി എക്സ്. ഓക്കെ, ഇവിടെ ഇതേതാടാ, ഓപ്പറേറ്റർ ഡി ടി അല്ലേ. അപ്പോൾ 0 തൊട്ട് ഓക്കെ 0 തൊട്ട് ടി വരെയാണ് ടൈം കൊടുക്കേണ്ടത്. ഡി എക്സിൻ്റെത്, എക്സിൻ്റെ പറയുമ്പോൾ പൊസിഷൻ, അപ്പോൾ ഇനീഷ്യൽ പൊസിഷന് ഫൈനൽ പൊസിഷൻ. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി നമുക്ക് വി നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. വി ഇസിക്കൽ ടു യു പ്ലസ് എ ടി എന്ന് ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് അത് നമുക്ക് വിയിലോട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ വി എന്ന് പറയുന്നത് യു പ്ലസ് എ ടി, ഇവിടെ പുറത്ത് ഡി ടി ഓൾറെഡി ഉണ്ട്, അതിന് 0 തൊട്ട് ടി വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് ഡി എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് എന്താ കിട്ടണം, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡി എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എക്സ് തന്നെയാണ് കിട്ടുക, ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ്. ഓക്കെ,
ഇനി ഇവിടെ നമുക്ക് ഈ യു പ്ലസ് യൂട്ടിന് നമുക്ക് ഓരോന്നായിട്ട് എടുത്തിട്ട് ചെയ്യാം. അതായത് ഇത് പ്ലസ് അല്ലേ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്ന് എടുത്തിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. സോ പുറത്തോട്ട് എടുക്കുമ്പോൾ 0 to t u dt പ്ലസ് 0 to t a t ഇൻറ്റു dt. ഓക്കെ, ഇസിക്വൽ ടു ഇത് എന്തായിരിക്കും, എക്സ് എഫ് മൈനസ് എക്സ് ഐ. ഞാൻ പറഞ്ഞു, അതായത് അപ്പർ ലിമിറ്റ് അപ്പർ ലോവർ, അപ്പോൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആട്ടോ. ആൻഡ് നമുക്കറിയാം എന്ത് അല്ല, ഈ യു എന്ന് പറയുന്നതല്ല, അതായത് ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ടല്ലോ മിക്കവാറും ഫിക്സഡ് ആയിരിക്കും, അതിന് കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ യുവിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് പുറത്തോട്ട് എടുക്കാം, 0 to t dt. ഓക്കെ, ഇവിടെ എ എന്താണ്, എ കോൺസ്റ്റൻ്റ് ആണ്, ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. അപ്പോൾ എനെ പുറത്തോട്ട് എടുത്തു, 0 to t, ഇവിടെ ടി ഇൻറ്റു ഡി ടി ഉണ്ട്. ഓക്കെ, ഇവിടെ എക്സ് എഫ് മൈനസ് എക്സ് ഐ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും, ഇവിടെ യു പുറത്തുണ്ട്, ഇവിടെ ഡി ടിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് എന്താണ് വരിക, ടി അല്ലേ. ഓക്കെ, അപ്പോൾ ടി 0 to t പ്ലസ് എ അവിടെ ഓൾറെഡി ഉണ്ട്. ഇവിടെ നമുക്ക് ഡി ടി എന്ന് കണ്ടുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ടി എന്നാണ്, ഓക്കെ ഡി ടി സാറ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻറ്റഗ്രേഷനിൽ ഡി ടി ആണല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇതിന് മുമ്പ് കണ്ടോ, അതിന് മുമ്പ് ഒരു ടി ഉണ്ട്, ഇതാണ് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ബേസിക് ഫോമിൽ ഞാൻ പറഞ്ഞുതരാം ഇൻറ്റഗ്രേഷൻ്റെ. അതായത് എക്സ് റൈസ് ടു എന്നിനെ ഡി എക്സിൻ്റെ ഓപ്പറേറ്ററിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ വരുന്നത് എക്സ് റൈസ് ടു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ എൻ പ്ലസ് വൺ ആണ്. അതായത് ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഒരു എക്സ് ക്യൂബിനെയാണ് ഞാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ എക്സ് റൈസ് ടു 4 ഡിവൈഡഡ് ബൈ 4 എന്ന് വരും. അതേപോലെ തന്നെയാണ് ഇവിടെ ചെയ്യാനുള്ളത്. ഇത് ഞാൻ വായിക്കുവാണ്, നിങ്ങൾ എഴുതിയെടുത്തല്ലോ, എഴുതിയില്ലെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് ബാക്ക് അടിച്ച് പോസ് ചെയ്ത് എഴുതിയെടുക്കട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത്, അപ്പോൾ ഇവിടെ ടീൻ്റെ ഇവിടെ ഈ ടി ഇല്ലേ, ഇതിൻ്റെ പവർ എത്രടാ, എൻ എത്ര വരുന്നത്, 1 അല്ലേ. ഓക്കെ, വേണമെങ്കിൽ ഇവിടെ എങ്ങനെ എഴുതി വെക്കാം. ഓക്കെ, അതിൻ്റെ എൻ എന്ന് പറയുന്നത് 1 ആണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ടി 1 + 1 ഡിവൈഡഡ് ബൈ 1 + 1. ഓക്കെ, ലിമിറ്റ് 0 to t ഇസ് ഈക്വൽ ടു എക്സ് എഫ് മൈനസ് എക്സ് ഐ. മനസ്സിലായോടാ, മനസ്സിലായില്ലേ? ഓക്കെ, ഞാൻ ഇവിടെ ഒരു ലൈൻ ഇട്ട് ബാക്കി കണ്ടിന്യൂസ് ആയിട്ട് എഴുതാം. ഏതായാലും ഒരു പേജും കൂടെ യൂസ് ചെയ്യേണ്ടി വരും. സോ നമുക്ക് ഇവിടെ കിട്ടിയത് യു പിന്നെ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യണം. അപ്പോൾ ടി ആണ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് പ്ലസ് എ അവിടെ തന്നെ ഉണ്ട്, എന്താണ് t²/2 ഇതിന് 0 to t ഇവിടെ എങ്ങനെ വെച്ച് എക്സ് എഫ് മൈനസ് എക്സ് ഐ. ഓക്കെ, ഇനി ഇതിനൊന്നും കൂടെ സിംപ്ലിഫൈ ചെയ്താൽ യു ടി പ്ലസ് എ. ഓക്കെ, ഇവിടെ ഈ രണ്ടിന് ഞാൻ 2ൻ്റെ അടുത്തോട്ട് വെച്ചിട്ടുണ്ട്, a/2 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് അപ്പോൾ എന്താണോ, t² 0 to കാണിച്ചു തരാം. ഈ സാധനത്തിന് നമുക്ക് ഈ t² അല്ലേ, ഇതിലോട്ടാണ് നമുക്ക് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കേണ്ടത്. സോ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ എന്തായിരിക്കും, അപ്പർ ലിമിറ്റ് എത്രടാ, ടി എൻ അല്ലേ. അപ്പോൾ t² മൈനസ് പിന്നെ 0 ആണ്, അപ്പോൾ 0 ഈക്വൽ ടു എക്സ് എഫ് മൈനസ് എക്സ് ഐ. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ വരുന്നത് യു ടി പ്ലസ് a/2 എന്ന് പറയുമ്പോൾ ഇതിനെ 2നെ ഞാൻ ഹാഫ് ആക്കി ഇങ്ങനെ എടുത്തു, a² ഈക്വൽ ടു എക്സ് എഫ് മൈനസ് എക്സ് ഐ. ഈ എക്സ് എഫ് മൈനസ് എക്സ് ഐ എന്ന് പറയണത്, ഈ എക്സ് എഫ് മൈനസ് എക്സ് ഐ എന്ന് പറയുന്നത് അതായത് ഫൈനൽ പൊസിഷനെ മൈനസ് ഇനീഷ്യൽ പൊസിഷനെ പറഞ്ഞിട്ട് നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക. അതായത് ഡിസ്പ്ലേസ്മെൻ്റ് അല്ലേ, അതായത് എസ് ആണ് നമ്മളെ എക്സ് എഫ് മൈനസ് എക്സ് ഐ. അതാ, അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ഈക്വൽ ടു എസ്. ഓ, ചോപ്പോണ് വർക്ക് ചെയ്യാം, കിട്ടിയല്ലടാ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്, എസ് ഇസ് ഈക്വൽ ടു ഇത്ര ഇതാക്കി നിങ്ങൾക്ക് കാണത്തില്ല. ഓക്കെ, എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് കിട്ടിയിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഇത് ഒന്നുകൂടെ ഒന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് എടുത്ത് നോക്കട്ടോ, കാരണം സിമ്പിളാണ്, ജസ്റ്റ് ബേസിക് അറിയണം എന്നുള്ള ഇൻറ്റഗ്രേഷൻ്റെ, അത്രേ ഉള്ളൂ. ഓക്കെ, നമുക്കിനി തേർഡ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അല്ല, തേർഡ് ക്വസ്റ്റ്യൻ അല്ല, തേർഡ് ഇക്വേഷൻ കണ്ടുപിടിക്കാം. അതായത് v² ഈക്വൽ ടു u² പ്ലസ് 2s ആണ് ഇനി ചെയ്യാനുള്ളത്. അത് നമുക്ക് നെക്സ്റ്റ് പേജിൽ ചെയ്യാമല്ലോ അല്ലേ. ഓക്കെ, സോ നമുക്കറിയാം എന്ത് 3. ഓക്കെ, നമുക്കറിയാം ആക്സിലറേഷൻ ഈക്വൽ ടു dv/dt ആണ്. ഇത് ഞാൻ രണ്ടെട്ടം പറഞ്ഞാണ്. ആൻഡ് നമുക്ക് ഈ dv/dt ഒരു dx/dx ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് dx/dx എന്താ അവിടെ 1 അല്ലേ. അപ്പോൾ ഇതിനെ dv/dt വെച്ച് 1 മൾട്ടിപ്ലൈ ചെയ്താൽ എന്താണ് dv/dt എന്നല്ലേ വരിക.
അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്താൽ അപ്പം നമുക്ക് ഈ ഇക്വേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. നമുക്ക് ഇതിൻ്റെ ഡിനോമിനേറ്റേഴ്സ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്ത് വരും നോക്കാമല്ലോ. എക്സ്പ്രഷൻ ഈസ് ഈക്വൽ ടു ഡി വി ബൈ, ഇവിടെ നമുക്ക് ഡിനോമിനേറ്റർ ഇപ്പുറത്തുള്ള കൊടുത്താൽ ഡി എക്സ് വരും, ഇവിടെ ഡി എക്സിൻ്റെ അടിയിൽ ഡി ടി വരും. അതായത് ഡിനോമിനേറ്റേഴ്സ് ഒന്ന് ഇൻ്റർചേഞ്ച് ചെയ്തു. ഇനി നമുക്ക് നോക്കുമ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഈ ഡി എക്സ് ബൈ ഡി എക്സ് ഉപയോഗിച്ചതെന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടും. അതായത് ഡി ബൈ ഡി എക്സ് ഇൻറ്റു ഓക്കെ ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി അല്ലേ? അതെ. അപ്പോൾ വെലോസിറ്റി, അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എ ഇസ് ഈക്വൽ ടു ഓക്കെ നമുക്ക് ചെയ്ത് പോകാം, അതായിരിക്കും നല്ലത്. ഈ ഡി എക്സിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ എ ഡി എക്സ് ഇസ് ഈക്വൽ ടു വി ഡി വി. ഓക്കെ, ഇതിനെ നമുക്ക് ഈ ഡി വി എന്ന് പറയുന്ന ഓപ്പറേറ്റർ കേട്ടോ, അല്ലാണ്ട് നിങ്ങൾ ഡി വി സ്ക്വയർ എന്നൊന്നും എഴുതരുത്. ഇനി ഇതിനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ്. ഓക്കെ, അപ്പോൾ എ ഡി എക്സ് ഓപ്പറേറ്റർ ഏതാണ്? ഡി എക്സ്. അപ്പോൾ ഇവിടെ എന്താ കൊടുക്കേണ്ടതാ? എക്സ് ഐ എക്സ് എഫ്. ആൻഡ് ഇവിടെ നമുക്ക് ബി ഡി വിനെ ഡി വി ആണ് ഓപ്പറേറ്റർ. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി യു, ഫൈനൽ വെലോസിറ്റി വി. ആൻഡ് നമ്മൾ നേരത്തെ ടീൻ്റെ ചെയ്ത പോലെ തന്നെ ബീന് പവർ 1 കൊടുക്കാം. എന്നാൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ. സോ നമുക്കിനി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. ഈ എക്സ്പ്രഷൻ നമ്മൾ പുറത്തോട്ടെടുത്തു. ഡി എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ എക്സ് ഐ എക്സ് എഫ് ഈക്വൽ ടു വിനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരണം? വി സ്ക്വയർ ബൈ 2 വരത്തില്ല, കാരണം ബി 1 ഇത് അങ്ങനെയാണ് വരുന്നത്. ആൻഡ് ഇതിനെ നമുക്ക് യു വി കൊടുക്കാം. എക്സ്പ്രഷൻ നമ്മൾ അവിടെ തന്നെ വെച്ച് എക്സിനെ ഡി എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് എന്താണ് വരിക? എക്സ് അല്ലേ? അപ്പോൾ എക്സ് ഐ എക്സ് എഫ് ബി സ്ക്വയർ ബൈ 2നെ നമുക്ക് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കാം. അപ്പോൾ എന്തായിരിക്കും? ആദ്യം അപ്പർ ലിമിറ്റ് എന്താണ്? ബി സ്ക്വയർ ബൈ 2 മൈനസ് ലോവർ ലിമിറ്റ് യു സ്ക്വയർ മൈനസ് 2 ആണല്ലോ. ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് പോകുമ്പോൾ എക്സ്പ്രഷന് ഇൻറ്റു എക്സ് എഫ് മൈനസ് എക്സ് ഐ, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റാണ് ചെയ്തത്. ഇനി ഇവിടെ ബി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ആണല്ലോ. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു എക്സ് എഫ് മൈനസ് എക്സ് ഐ എന്ന് പറയുന്നത് എന്താണ്? എസ് അല്ലേ? ആണല്ലോ. അതായത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് എക്സ് എഫ് മൈനസ് എക്സ് ഐ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എസ് ഇവിടെ കൊടുക്കാം. ബി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ബൈ 2. ഈ 2നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ 2 എ എസ് ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ മൈനസ് യു സ്ക്വയർ. യു സ്ക്വയറിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പോൾ 2 എ എസ് പ്ലസ് അതാണ് എങ്ങനെ ഇതൊരു കണക്കാണ്. യു സ്ക്വയറിന് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പോൾ മൈനസ് യു സ്ക്വയർ ഉള്ളത് പ്ലസ് യു സ്ക്വയർ ആവും. അപ്പോൾ യു സ്ക്വയർ പ്ലസ് 2 എ എസ് ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ. ഓക്കെ, എന്ന് വെച്ചാൽ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2 എ എസ്. ഇതാണ് നമ്മൾ തേർഡ് ഇക്വേഷൻസ് ആണല്ലോ. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ കണ്ടുപിടിച്ചു, ബി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി ആദ്യം കണ്ടുപിടിച്ച് ഇതവിടെ. പിന്നെ രണ്ടാമത്തെ എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ടി സ്ക്വയർ കണ്ടുപിടിച്ചു. മൂന്നാമത്തത് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2 എ എസും കണ്ടുപിടിച്ചു. സോ അപ്പോൾ ഇതാണ് നമ്മളെ ക്വസ്റ്റിന് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ NCERT വായിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളുന്നുണ്ടാവില്ല. നിങ്ങളിത് നന്നായിട്ട് മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കാണാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടാം, ഞാൻ അതിനനുസരിച്ച് ചെയ്തുതരാം. ഓക്കെ, താങ്ക് യു.